ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഹെക്റ്റിക് ആവുന്നത് അവരുടെ പേപ്പർ വർക്കാണ്. പേപ്പർ വർക്കിലും നമ്മുടെ കോളേജ് വെരിഫിക്കേഷൻ, കൗൺസിൽ വെരിഫിക്കേഷൻ, ഹോസ്പിറ്റൽ വെരിഫിക്കേഷൻ, ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫോം ഉണ്ട്. ഓക്കെ, എൻ്റെ കയ്യിലൊരു എംപ്ലോയ്മെൻറ്റ് ഫോം ഉണ്ട്. ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫോമിനെ ഒന്ന് പരിചയപ്പെടാം. ഇത് നമ്മൾ ഏത് കോളേജിലാണോ പഠിച്ചത് ആ കോളേജിൽ നിന്ന് പ്രിൻസിപ്പലായിരിക്കും ഇത് ഫില്ല് ചെയ്ത് തരേണ്ടത്. ഓക്കെ, ഫ്രണ്ട് പേജ് വെരി കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അതിലുള്ളത്. കാൻഡിഡേറ്റിൻ്റെ പേരുണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ. അതായത് ഇവിടെ NNASൽ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഒരു പോർട്ടൽ ക്രിയേറ്റ് ആയ ശേഷമായിരിക്കും ഫോം നമുക്ക് കിട്ടുന്നത്. NNAS എന്ന് പറയുമ്പോൾ നാഷണൽ നഴ്സിംഗ് അസസ്മെൻറ്റ് സർവീസാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കാനഡയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഒരു നേഴ്സ് ആദ്യം അതിൻ്റെ മൈഗ്രേഷൻ ചെയ്യുന്ന ഒരു ഏജൻസിയായിട്ട് ബന്ധപ്പെടുന്നു. അവർ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഫോംസ് കിട്ടും. വൺസ് ഫോംസ് കിട്ടി കഴിയുമ്പോഴാണ് ഇത് നമ്മൾ ഡയറക്റ്റ്ലി കോളേജിലും ഹോസ്പിറ്റലിലും പോയി ഫില്ല് ചെയ്തെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് പേജിൽ ആപ്ലിക്കൻറ്റിൻ്റെ സിഗ്നേച്ചറും ഒരു ഡേറ്റും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇടുക. ഓക്കെ, ഇലക്ട്രോണിക് സൈൻ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്യണമെന്നില്ല, പേന കൊണ്ട് നമ്മൾ എഴുതിയാലും മതി. പിന്നെ ബാക്കി പാർട്ട് B ആണെന്നുണ്ടെങ്കിലും നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഇൻഫർമേഷനാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂൾ അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജ് എങ്ങനെയുള്ളതാണ്, പിന്നെ നിങ്ങൾ എന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, പ്രോഗ്രാം എന്ന് കംപ്ലീറ്റ് ചെയ്തു, ഏത് പ്രോഗ്രാമാണ്, BSc നഴ്സിംഗ് ആവാം, GNM ആവാം, ചിലപ്പോൾ പോസ്റ്റ് BSc MSc ഏത് ക്വാളിഫിക്കേഷനോ ആവാം. പിന്നെ തിയറി ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു, ക്ലിനിക്കൽ ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രിൻസിപ്പൽ സൈഡിൽ നിന്നായിരിക്കും അവർ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഓൺ സൈറ്റ് ഇൻ ക്ലാസ് ലേണിംഗ് ആയിരുന്നോ അതോ ഡിസ്റ്റൻസ് ലേണിംഗ് ആണോ, ബ്ലെൻഡഡ് ആയിരുന്നോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അക്രഡിറ്റേഷൻ്റെ ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ ഇത്രയും പേജസും പാർട്ട് C വരെ ഉണ്ട്. എഡ്യൂക്കേഷൻ ഡൊമെയിൻ ബ്രേക്ക് ഡൗൺ, അവിടെ നമ്മുടെ ഓരോന്നിൻ്റെ അവേഴ്സ്, തിയറി അവേഴ്സ്, പ്രാക്ടിക്കൽ അവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻറ്റിൽ ഇതെല്ലാം വ്യക്തമായിട്ട് കാണും. പിന്നെ ഓൾറെഡി നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള ആ ഒരു അക്കാഡമിക് റെക്കോർഡ്സിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പ്രിൻസിപ്പലിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ആ ഒരു ഓൾഡ് റെക്കോർഡ്സ് എല്ലാം നോക്കിയിട്ട് അവർ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇത് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പാർട്ട് Dയിലാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ വരുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഒഫീഷ്യൽ, അവിടെ ആരാണോ ഇതിൻ്റെ ഒഫീഷ്യൽ അതോറിറ്റി ഇത് ഫില്ല് ചെയ്യുന്നത്, ഒബ്വിയസ്ലി പ്രിൻസിപ്പലാണ്. അവിടെ അവരുടെ സിഗ്നേച്ചർ, പിന്നെ നമ്മുടെ കോളേജിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ്, ഫോൺ നമ്പർ, ഒഫീഷ്യൽ എന്താ പറയുക സൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ലെഫ്റ്റ് സൈഡിലൊരു റൗണ്ട് ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്, അവിടെ ആയിരിക്കും നമ്മൾ കോളേജിൻ്റെ ഒഫീഷ്യൽ സീല് പ്ലേസ് ചെയ്യുന്നത്. ദെൻ പിന്നെ ഡേറ്റ, സൈന്, സീലെല്ലാം വെക്കുന്നു. ഏറ്റവും ബാക്കിൽ നമുക്ക് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഏറ്റവും ബാക്കിലെ പേജിൽ ആ അഡ്രസ്സിലേക്കായിരിക്കും നമ്മൾ ഇത് കൊറിയർ അയക്കുന്നത്. ഇതും NNASൻ്റെതും നമുക്ക് കൊറിയർ പോകുന്നത് ഫിലാഡൽഫിയയിലേക്കാണ്. CGFNS ഓൾസോ ഫിലാഡൽഫിയയിലാണ് പോകുന്നത്. ഓക്കെ, ഇത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഫോമാണ്. ഇത് കൂടെ ഒന്ന് പറയാം. എംപ്ലോയ്മെൻറ്റ് ഫോം. അപ്പോൾ ഇത് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലൊരു എൻഡ് പോയിന്റ് പറയാനുള്ളത്, നമ്മുടെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ആ ഒരു അക്കാഡമിക് ടൈമിലുള്ള സിലബസ് ഏകദേശം ഒരു 160-170 പേജോളം ഉള്ള സിലബസ് ആയിരിക്കും. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സിലബസ് എത്രത്തോളമായിരുന്നു നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു അക്കാഡമിക് ഇതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അത് നമ്മൾ അറ്റാച്ച് ചെയ്യണം. പഴയ ഒരു ബാച്ചിലൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്, അതായത് കുറച്ച് ഓൾഡ് ആണെന്നുണ്ടെങ്കിൽ പുതിയ ട്രാൻസ്ക്രിപ്റ്റ് മസ്റ്റായിട്ടും എടുക്കണം. ഇപ്പോൾ റീസെൻ്റായിട്ടൊക്കെ പഠിച്ചിറങ്ങി 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സിസ്റ്റിംഗ് ട്രാൻസ്ക്രിപ്റ്റ് തന്നെ ഇനഫായിരിക്കും. പിന്നെ നമ്മൾ മെയിൽ ID ഡിക്ലറേഷൻ അവിടെ നിന്ന് എടുക്കുക. അതായത് നമ്മുടെ കോളേജിൻ്റെ മെയിൽ ID ഒഫീഷ്യൽ തന്നെയാണ്, അത് പേഴ്സണൽ അല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ഫോമിലും സിലബസിലും ട്രാൻസ്ക്രിപ്റ്റിലും വരുന്ന ഡേറ്റ് സെയിം ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു എംപ്ലോയ്മെൻറ്റ് ഫോം, നഴ്സിംഗ് പ്രാക്ടീസ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഫോമിൽ വരുമ്പോൾ അവിടെയും ഫ്രണ്ട് പേജിൽ ഓൾറെഡി കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും. കാരണം നമ്മൾ NNASൽ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി അതിൽ വരുന്നത്. അവിടെ ഫ്രണ്ട് പേജിൽ ഡേറ്റും സൈനും ഇടുക. പിന്നെ വരുന്നത് എംപ്ലോയർ ഇൻഫർമേഷനാണ് നമ്മുടെ പാർട്ട് Bയിൽ വരുന്നത്. അവിടെ നിങ്ങളുടെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് ആയിരിക്കും
ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇത് ഫില്ല് ചെയ്യുന്നതും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതും. അവിടെ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ടൈമിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജോബ് ടൈറ്റിൽ, ജോബ് സ്റ്റേറ്റസ്, ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ ഫ്ലെക്സിബിൾ ആണോ കാഷ്വൽ ആയിരുന്നോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ എംപ്ലോയ്മെൻറ്റിൻ്റെ സമയത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിലുള്ള പേര് തന്നെയായിരിക്കും ഇവിടെ എഴുതേണ്ടത്. പിന്നെ എന്ന് തൊട്ട് എന്ന് വരെ വർക്ക് ചെയ്തു, യുവർ സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് യുവർ എൻഡ് ഡേറ്റ്, പിന്നെ സ്റ്റിൽ വർക്കിംഗ് ആണോ അതിന് പ്രത്യേക ഒരു കോളം ഉണ്ട്. അങ്ങനെയുള്ള പിന്നെ നിങ്ങളുടെ നഴ്സിംഗ് പ്രാക്ടീസ് അവേഴ്സ്, ഇപ്പോൾ 2024 എത്ര വർക്കിംഗ് അവേഴ്സ് ഉണ്ടായിരുന്നു, 2023 എത്ര ഉണ്ടായിരുന്നു, അപ്പോൾ ഓരോ ഇയർ വെച്ചിട്ടുള്ളത് അതിൽ അവേഴ്സും അവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് 3rd പേജിൽ വരുമ്പോഴും. പിന്നെ നിങ്ങളുടെ ലൈസൻസിങ് അതോറിറ്റി, ഏത് കൗൺസിലാണ് രജിസ്ട്രേഷൻ ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് അടുത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ വരുമ്പോഴും നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസ്, ഇപ്പം ജനറൽ മെഡിസിൻ, സർജറി, പീഡിയാട്രിക്സ് ആണോ, സൈക്കാട്രി ആണോ, മെൻ്റൽ ഹെൽത്ത് ആണോ, അങ്ങനെയുള്ള കുറേ ഇതുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ഉള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് അത് ടിക്ക് ചെയ്ത് പോവാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ പ്രൈമറി ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് ആയിരുന്നു നിങ്ങളുടെ പ്രാക്ടീസിൻ്റെ സമയത്ത് നിങ്ങൾ യൂസ് ചെയ്തിരുന്നത്, കംഫർട്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ എംപ്ലോയർ സൂപ്പർവൈസറിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെയാണ് മെയിനായിട്ടും നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഒഫീഷ്യൽ ടൈറ്റിൽ, അവിടെയാണ് നഴ്സിംഗ് സൂപ്രണ്ടൻ്റെ ടൈറ്റിൽ വരേണ്ടത്. ഓൾട്ടർനേറ്റ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത്, പിന്നെ ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ അവിടെ വരും. പിന്നെ നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ സിഗ്നേച്ചറും ഉണ്ടായിരിക്കും. അവർ ഏത് ഡേറ്റിലാണോ അത് ഫില്ല് ചെയ്യുന്നത് ആ ഡേറ്റും അവിടെ വെക്കുക. പിന്നെ ബൈ കൊറിയറിൻ്റെ അഡ്രസ്സ് ഇവിടെ താഴെയുണ്ട്. അവിടെ ആ അഡ്രസ്സിലേക്കായിരിക്കും നമ്മളിത് കൊറിയർ അയക്കുന്നത്. അപ്പോൾ ഈ NNAസിൻ്റെ കേസ് നോക്കുമ്പോൾ നമ്മളിത് ഈ ഫോം ഒരിക്കലും കാൻഡിഡേറ്റിന് ഡയറക്റ്റ്ലി പിന്നെ കൊടുക്കുന്നില്ല. ഫില്ല് ചെയ്യുന്ന എവിടെയാണോ ആ പരിധിയിലുള്ള പിൻകോഡിൽ നിന്ന് തന്നെ ഇത് ഡയറക്റ്റ്ലി ഫിലാഡൽഫിയയ്ക്ക് കൊറിയർ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ എക്സ്ട്രാ അറ്റാച്ച് ചെയ്യാൻ ഇത് പിന്നെ അതിൻ്റെ കുറച്ച് ഹൗ ടു കംപ്ലീറ്റ് ദിസ് ഫോമിൻ്റെ ഒരു ജനറൽ ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫോമിൽ ഇവിടെ എക്സ്ട്രാ ചെയ്യുന്നത് മെയിൽ ID ഡിക്ലറേഷനും കൂടെ. ഓക്കെ, അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ എംപ്ലോയർ ആയാലും കോളേജ് ആയാലും ജിമെയിൽ അല്ലെങ്കിൽ യാഹു മെയിൽ, ഔട്ട്ലുക്ക് മെയിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മാൻഡേറ്ററി ആയിട്ടും ഒരു മെയിൽ ID ഡിക്ലറേഷൻ അവിടെ നിന്ന് ലെറ്റർ ഹെഡിൽ പ്രിൻ്റ് ചെയ്ത് തന്നെ വാങ്ങുക എന്നുള്ളതാണ്. അതുപോലെ ഒഫീഷ്യൽ മെയിൽ ID ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വെബ് മെയിൽ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ജിമെയിലോ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മെയിലുകളാണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ മെയിൽ ID ഡിക്ലറേഷൻ മാൻഡേറ്ററി ആയിട്ട് കളക്ട് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കാണിക്കാൻ. അതെ അതെ അതെ, ഒഫീഷ്യൽ മെയിലാണ്, ആരും കാണിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ NNAസിൽ പറയാൻ. അപ്പോൾ കാനഡയിൽ മൈഗ്രേറ്റ് ചെയ്യുന്നവർ എന്തായാലും ഇത് നീഡി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്ന ഒരു കാര്യമാണിത്. ഇപ്പോൾ ഈ 2 ഫോംസും നമ്മളിത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കംപ്ലീറ്റ് ആയി, ഇത് സിമ്പിളാണെന്ന് തോന്നും. പക്ഷേ ഫില്ല് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഇറർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോംസ് റിജക്റ്റ് ആയി പോകാനും ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സായി പോകാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇപ്പം ട്രൂവേ പോലുള്ള കൺസൾട്ടൻസീസ് വഴി നിങ്ങൾ അതിൻ്റെ ഹെൽപ്പ് എടുക്കാന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റാഫ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ഹോസ്പിറ്റൽ ഏത് സ്റ്റേറ്റിലായാലും കോളേജ് എവിടെയായാലും അവിടെ ഡയറക്റ്റ്ലി പോയി ഇതെല്ലാം ഫില്ല് ചെയ്തെടുക്കാനായിട്ട് സ്റ്റാഫും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെ പഠിച്ചാലും ഞങ്ങളുടെ ടീം അവിടെ പോയി വെരിഫിക്കേഷൻ എല്ലാം ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നേരിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നേരിട്ട് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് തരുന്ന ഫോംസും ഡബിൾ ചെക്കിങ്ങും ക്രോസ് ചെക്കിങ്ങും എല്ലാം ചെയ്തിട്ട് മാത്രമേ കൊറിയർ അയക്കത്തുള്ളൂ. ഇവർക്ക് ഒരു സ്കാൻഡ് കോപ്പിയും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും വൺസ് ഫില്ല് ചെയ്ത് കിട്ടുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഇതിൽ എക്സ്ട്രാ ഉള്ളത് നഴ്സിംഗ് രജിസ്ട്രേഷനാണ്. NNAസിൻ്റെ അത് ആ ഫോം നമ്മൾ കൗൺസിലിൽ സബ്മിറ്റ് ചെയ്യുന്നു. ഓരോ കൗൺസിലും ഡിമാൻഡ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും കൂടെ നമുക്കൊരു വീഡിയോ അത് ചെയ്യാം. ഈ കൂട്ടത്തിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി NNAസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ 8327626262 ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജും ചെയ്യാം, കോളും ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം, മെസ്സേജ് ചെയ്യാം. കമൻറ്റ്സ് ചെയ്താൽ ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞില്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓൾ നോട്ടിഫിക്കേഷനും കൂടെ പ്രസ് ചെയ്യണം. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ഇത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ ആരും പറഞ്ഞു തരാൻ കാണില്ല. മേ ബി നമുക്ക് ആ പ്രൊസീജിയേഴ്സിൻ്റെ ടൈം ആകുമ്പോഴേക്കും ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ഇറർ ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്യാം അതിൻ്റെ ഒരു ഫുൾ ഗൈഡൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഒത്തിരി ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.